ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്വിൻസ് വ്ലോഗ് ബൈ അബി ആൻഡ് ഗ്രീഷ്മ. അപ്പൊ ഇന്ന് നമ്മ കണ്ട പടം കഥ ദുൽഖർ DQ നമ്മുടെ കുഞ്ഞിക്ക. പടം തമിഴാണ്, തമിഴ് വേർഷനാണ് നമ്മൾ കണ്ടത്. തമിഴും തെലുങ്കും മാത്രമുള്ളൂ നമ്മുടെ പടം. നമ്മൾ എന്തായാലും രാവിലെ 9:30 ഫസ്റ്റ് ഷോ അതേ ഉണ്ടായിരുന്നുള്ളൂ. ഫോറമാളില് PXL പടം കണ്ടത്. അപ്പൊ പടം ഡയറക്റ്റഡ് ബൈ സെൽവമണി സെൽവരാജ്. ആളെന്നെ ഒരു കോ റൈറ്ററാണ്. പിന്നെ തമിഴ് പ്രഭയാണ് മെയിനായിട്ട് ഇതിന്റെ റൈറ്റർ. പ്രൊഡ്യൂസ് ബൈ റാണ ഡെഗുബാട്ടി, ദുൽഖർ സൽമാൻ, അങ്ങനെ ഒരു ലൈനപ്പ് ഓഫ് ആളുണ്ട്. അതെ, സ്റ്റാറിങ് ദുൽഖർ സൽമാൻ ലീഡ് റോളില്. പിന്നെ സമുദ്രകണി ഉണ്ട്, റാണ ഡെഗുബാട്ടി, ഭാഗ്യശ്രീ ആക്ട്രസ് ആയിട്ട്, പിന്നെ റാണ ഡെഗുബാട്ടി ഉണ്ട്. ഉള്ളവരൊക്കെ കിടലനായിട്ട് പടം ചെയ്തിട്ടുണ്ട് ഇല്ലേ. ഏറ്റവും എടുത്തു പറയേണ്ടത് ദുൽഖറിന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. കിണ്ണം പെർഫോമൻസ്. നമ്മ കൈയടിച്ചു പോകും അഭിനയത്തിന്. പടം മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ലോ ഫേസ് മൂവിയാണ്. പഴയ കാലഘട്ടം 1950, അതായത് തമിഴ്നാട്ടിലെ ഫസ്റ്റ് സൂപ്പർ സ്റ്റാർ എം കെ ത്യാഗരാജ്. അതെ, അതായത് MGR മുമ്പുള്ള സൂപ്പർ സ്റ്റാർ. ആളുടെ ക്യാരക്ടർ എടുത്തിട്ടാണ് ഈ പടം ചെയ്തത്. ഇതിന്റെ പ്രൊഡ്യൂസേഴ്സും ഈ പടത്തിൽ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞത്. അപ്പൊ ആ ഒരു ക്യാരക്ടർ, അതായത് തമിഴ്നാട്ടിലെ ഫസ്റ്റത്തെ സൂപ്പർ സ്റ്റാറിന്റെ അതെ. അപ്പൊ ആദ്യം പടം തുടങ്ങുന്നത് സമുദ്രകണ്ണിയും ദുൽഖറും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിലാണ് പടം തുടങ്ങുന്നത്. പിന്നീട് അത് ഗ്രിപ്പായി. അതിനിടയിൽ ദുൽഖറിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കിണ്ണം പെർഫോമൻസ് സീൻസ് കുറെ ഉണ്ട്. പിന്നെ ആക്ട്രസ് എല്ലാരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലീഡ് റോളിൽ നിൽക്കണ ഇവർ രണ്ടുപേരാണ്, സമുദ്രകണിയും ദുൽഖറും. അതെ, കോസ്റ്റ്യൂം ഇട്ടിട്ട് എല്ലാം പടത്തില് ടെക്നിക്കലി ആണെന്നുണ്ടെങ്കിലും സിനിമോട്ടോഗ്രാഫി എല്ലാം അടിപൊളിയാണ്. പക്ഷെ ആ ഒരു ആ തമിഴും ആ കാലഘട്ടത്തിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് പടത്തിൽ കാണിച്ചേക്കണം. അപ്പൊ അതൊക്കെ കിടലായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ പടം ഇത്തിരി ലാഗിലാണ്. പടത്തിന്റെ ഡ്യൂറേഷൻ കുറച്ചുകൂടി കുറക്കായിരുന്നു. 2 മണിക്കൂർ 50 മിനിറ്റ് അടുത്ത് പടം ഉണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴത്തേന് റാണ ഡെഗുബാട്ടി വന്നിട്ട് നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും. ട്രെയിലർ കാണാത്തവരുണ്ടെങ്കിൽ ട്രെയിലർ ഒന്ന് കണ്ടുനോക്കുക. അതിൽ തന്നെ അവൻ പറയണ്ട, ഇനി മുതൽ നിങ്ങളെ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ല, ഇതിന്റെ പോലീസ് സ്റ്റേഷനാന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അവൻ കിണ്ണനായിട്ട് ആ ക്യാരക്ടർ അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ചിരിക്കാനുള്ള മൊമെന്റ്സ്. അത് പുള്ളി ആ സീരിയസ് ക്യാരക്ടറായിട്ട് പോലും നമ്മളെ ചിരിപ്പിക്കാൻ ത്രൂ ഔട്ട് ആ പടത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് പുള്ളി. പിന്നെ പഴയ കാലത്ത് ആ ഒരു മേക്കിംഗ് സ്റ്റൈല് അത് ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. പഴയ മെഡ്രാസ് ഒക്കെ കാണിക്കുന്നുണ്ട്. VFX ആണ്. VFX ഇത്തിരി ഒരു ഷോക്കായിട്ട് തോന്നിയെങ്കിലും എങ്ങനെയായിരുന്നു ആ പഴയ വണ്ടികള്, എന്നുള്ളതെല്ലാം നമുക്ക് എക്യുപ്മെന്റ്സ്, അപ്പോഴുള്ള മൈക്ക്, ക്യാമറ, ലൈറ്റ്സ്, അതൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് പടം, അതായത് സെക്കൻഡ് ഹാഫ് തീരാറൊക്കെ ആകുമ്പോഴത്തേനും കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട്. നമ്മ പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ പടത്തിൽ കാണാൻ പറ്റും. എന്നും പറഞ്ഞാൽ ഭയങ്കര എക്സ്പെക്ടേഷൻ വെച്ചിട്ട് പോയി കാണാനുള്ള പടമൊന്നുമല്ല. പക്ഷെ പെർഫോമൻസ് വൈസും സ്റ്റോറി ലൈൻ വൈസും കിടിലൊരു പടം. ദുൽഖറിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി നമുക്ക് ഫിലിം കാണാം. ദുൽഖർ എന്ത് അടിപൊളിയായിട്ട് അഭിനയിച്ചത്. എന്റെ പൊന്ന് കുറെ സീനൊക്കെ ഉണ്ട്. ഇപ്പൊ മിറർ സീൻസ് കുറെ ഉണ്ട്. അതായത് ചുറ്റിലും 4 മിററൊക്കെ ഉണ്ട്. 4 മിററിലും 4 ആംഗിളിലേക്കും ദുൽഖറിന്റെ ഫേസ് കാണുന്നത്. പിന്നെ ആ മിററിട്ട് ഇടിക്കണ സീനൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഡയറക്ടർ പറയണ ഒരു സെക്കൻഡിൽ അഭിനയിക്കണ സീൻസ് ഉണ്ട്. എല്ലാം വാവ് മൊമെന്റ്സ് തന്നെയായിരുന്നു. ദുൽഖർ കിണ്ണനായിട്ട് ആ റോള് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ലുക്ക് വൈസ് ആണെന്നുണ്ടെങ്കിലും ആറ്റിറ്റ്യൂഡ് വൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡബിങ്ങിലാണെന്നുണ്ടെങ്കിലും ദുൽഖർ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു കിടിലൻ എക്സ്പീരിയൻസ്. ഡു വാച്ച് കാന്ത ഇൻ തിയേറ്റേഴ്സ്. അപ്പൊ അത്രേ ഉള്ളൂ. ട്വിൻസ് വ്ലോഗിന്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനലിലുള്ള ആൾക്കാരിൽ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുക. ബൈ. താങ്ക് യു.